ഒടുവിൽ എമ്പുരാന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. സൂപ്പർതാരം മോഹൻലാൽ തന്നെ നേരിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഒരു ചിത്രത്തെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഉത്തമ സുഹൃത്തുക്കൾക്കുണ്ടായ വിഷമത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരം രംഗങ്ങളൊക്കെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കുമെന്നുള്ള നിർണായകമായ തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. എമ്പുരാൻ റിലീസായതിനു ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് യഥാർത്ഥത്തിൽ മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജ് സുകുമാരനുമൊക്കെ നേരിടേണ്ടി വന്നത്. പൃഥ്വിരാജ് സുകുമാരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന് IS ബന്ധമുണ്ടെന്നും അദ്ദേഹം ആടുജീവിതം അഭിനയിക്കുന്ന സമയത്തിൽ ജോർദാനിൽ കുടുങ്ങിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ചിലർ വന്ന് കണ്ടിരിക്കാമെന്നും അതോടുകൂടി അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ NIA അന്വേഷിക്കണമെന്ന് തുടങ്ങിയ സർവ്വ രീതിയിലുമുള്ള ദുഷ്പ്രചരണങ്ങളാണ് പൃഥ്വിരാജ് സുകുമാരന് നേരെ അഴിച്ചുവിട്ടത്. മോഹൻലാൽ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിന്റെ ഭാഗമാക്കിയത് ഈ ചിത്രത്തിന്റെ കഥ കേട്ടുകൊണ്ടല്ലെന്നും ഈ രംഗങ്ങളൊന്നും ഇങ്ങനെ ആണെന്ന് മോഹൻലാലിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും മോഹൻലാലിനെ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു പറ്റിച്ചതാണെന്നാണ് ഈ തീവ്ര വലതുപക്ഷ സംഘപരിവാര പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. അതായത് ഈ ചിത്രത്തെപ്പറ്റി മോഹൻലാൽ യഥാർത്ഥത്തിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കനായിരുന്നു എന്നും എല്ലാത്തിനും ഉത്തരവാദി പൃഥ്വിരാജ് സുകുമാരനുമാണെന്നാണ് ഇവിടത്തെ ഈ തീവ്ര വലതുപക്ഷ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെറുപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൃഥ്വിരാജ് സുകുമാരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒന്നാകെ ആക്ഷേപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് യഥാർത്ഥത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം എമ്പുരാൻ എന്ന ചിത്രം 2002 ഗുജറാത്ത് കലാപവും ബാബു ബജറംഗി എന്ന സംഘപരിവാറിന്റെ ബജറംഗദളിന്റെ പ്രവർത്തകന്റെ കഥയും സാമ്യമുണ്ടെന്നും അന്ന് നടന്ന നിഷ്ഠൂരമായ മുസ്ലിം വംശഹത്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതായത് തങ്ങൾ നടത്തിയ ഒരു കുറ്റകൃത്യം തങ്ങൾക്കെതിരായ ഒരു സിനിമയിലൂടെ അത് കാണിക്കുന്നു, അത് ജനങ്ങളെ കാണിക്കുന്നു, വീണ്ടും ചർച്ചയാക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് സംഘപരിവാർ പറഞ്ഞത്. അതിനുശേഷം അന്നത്തെ ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള ആളുകൾ രാജ്യം തന്നെ കീഴടക്കുന്ന ശക്തികളായി മാറിയതും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഏജൻസികളായി മാറുന്ന കാഴ്ചയും കണ്ടിരുന്നതും ചിത്രത്തിൽ വരച്ചു കാട്ടപ്പെടുന്നുണ്ടെന്നാണ് വിമർശനം. കേരളത്തിലുള്ള BJP നേതാവ് K സുരേന്ദ്രൻ 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരണം പിടിച്ചെടുക്കുമെന്നും ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇതാണെന്നുമുള്ള രീതിയിൽ ഫിക്ഷനായി അവതരിപ്പിക്കപ്പെട്ട കഥയെ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് നേരെയുള്ള ഇത് തങ്ങളെ പറ്റിയാണ്, തങ്ങളെ മാത്രം കുറിച്ചാണ് എന്ന് പറയപ്പെടുന്നു. ഈ ചിത്രത്തിൽ തന്നെ ഇടതിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും വളരെയധികം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇടതിനെ അടക്കം. പക്ഷേ അവിടങ്ങളിലൊന്നും ഇത്തരം ഫാസിസ്റ്റ് സ്വഭാവം ആരും കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും ഈ 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തു നിന്നും വളരെയധികം പിന്തുണയാണ് യഥാർത്ഥത്തിൽ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തെ കീറി മുറിക്കുന്നതിന് മുമ്പ് നേരിട്ട് തിയേറ്ററിൽ പോയി ചിത്രം കാണുകയും ചിത്രത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഫാസിസ്റ്റ് കടന്നുകയറ്റം രാജ്യത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒട്ടും ഭൂഷണമല്ല എന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോഴും BJPയോ അല്ലെങ്കിൽ RSSോ അല്ലെങ്കിൽ ഇവിടത്തെ ഏതെങ്കിലും സംഘടനകളോ സർക്കാരിന് പരാതികൾ കൊടുക്കുന്നില്ല, കോടതിയെ സമീപിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും മോഹൻലാൽ മാപ്പ് പറയാൻ തയ്യാറായിരിക്കുന്നു, അഥവാ മോഹൻലാൽ ഖേദപ്രകടനം നടത്തുന്നു. ഇത് ഈ ഒരു രാജ്യത്തുണ്ടാക്കുന്ന ഭയത്തിന്റെ അന്തരീക്ഷം വരച്ചു കാട്ടുന്നത് സാഹചര്യം കൂടിയാണ് എന്നാണ് വ്യക്തമാക്കേണ്ട കാര്യം. കാരണം എമ്പുരാൻ എന്ന ഒരു ഫിക്ഷൻ ചിത്രം ഒരു സ്റ്റോറി റൈറ്റർക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയ ഒരു എഴുത്തിലൂടെ ഉണ്ടാക്കിയ ഒരു ചിത്രം അത് തങ്ങളെ പറ്റിയാണെന്നും തങ്ങൾ നടത്തിയ ആക്രമണത്തെ പറ്റിയാണെന്നും ഇതിലെ വില്ലനായി ചിത്രീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ നേതാക്കന്മാരെയാണെന്നും അതൊക്കെ
തങ്ങൾക്കെതിരെയാണെന്നും ഇവർ വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരായ വിമർശനങ്ങൾ, തങ്ങൾക്കെതിരായ എതിർ ശബ്ദങ്ങൾ, തങ്ങൾക്കെതിരായ കാര്യങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടാവരുതുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നവഫാസിസം എന്നുള്ളത്. കാരണം ഒരു സിനിമ എങ്ങനെ ചിത്രീകരിക്കണമെന്ന്, അതിൽ ആരെ വില്ലനാക്കണമെന്ന്, അതിൽ ആരെ നായക കഥാപാത്രമാക്കണമെന്ന്, അതിൽ ഏത് രീതിയിൽ അത് ചിത്രീകരിക്കണമെന്ന്, അതിൻ്റെ പ്രപകണ്ഡ എന്താകണമെന്ന്, അതിൻ്റെ അജണ്ടകൾ എന്താകണമെന്ന്, അതിൻ്റെ ആവിഷ്കാരം ഏത് രീതിയിലായിരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരം ശക്തികളാണെന്ന സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലും രൂപപ്പെട്ടിരിക്കുന്നു. ഒരു മലയാള സിനിമയിൽ, കേരളത്തിൽ പോലും മലയാള സിനിമയ്ക്ക് പോലും ഇതിന് വിഭിന്നമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇത് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ഇത്തരം ഏജൻസികളെ വിടുമെന്നാണ് പറയുന്നത്, ED വിടുമെന്നാണ് പറയുന്നത്, അന്വേഷണ ഏജൻസികളെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമെന്നാണ് പറയുന്നത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അയച്ചുകൊണ്ട് നിങ്ങളെ പൂട്ടിക്കുമെന്നാണ് പറയുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യമാണ്, ഗുരുതരമായ സാഹചര്യമാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. യഥാർത്ഥത്തിൽ മുരളി ഗോപി എന്ന ഒരു RSS ബാന്ധവമുള്ള, അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ട് നേരത്തെ അത്തരം ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരാൾ ഒരു കഥ എഴുതുന്നു, അതിൻ്റെ തിരക്കഥ ഒഴുക്കുന്നു. ആ ഒരു തിരക്കഥയ്ക്ക് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ അതിനെ സംവിധാനം ചെയ്യുന്നു. ഈ കഥയും പരിസരവും ഈ കഥയുടെ ഡീറ്റെയിലിങ്ങും മോഹൻലാലിനോട് പറയുന്നു. മോഹൻലാൽ അതിനെ അഭിനയിക്കാൻ തയ്യാറാവുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയുള്ള ആന്റണി പെരുമ്പാവൂർ അത് നിർമ്മിക്കാൻ തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ എമ്പുരാൻ എന്നുള്ള ചിത്രം ഇറങ്ങിയിട്ടുള്ളത്. അഥവാ ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മുരളി ഗോപിയും മോഹൻലാലിനും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഈ സീനുകളൊക്കെ അഭിനയിച്ചുകൊണ്ട് ഈ സീനുകൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായിട്ട് മോഹൻലാൽ മനസ്സിലാക്കുന്നു. ഈ സീനുകളിൽ അഭിനയിക്കുന്നു, ഇതിന്റെ കട്ട് എഡിറ്റിംഗ് ഭാഗങ്ങൾ അഭിനയിക്കുന്നു, ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നു, ഇത് ഡബ് ചെയ്യുന്നു, ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിനുശേഷം ഇതിന്റെ പ്രിക്വൽ ഷോയിൽ പങ്കെടുക്കുന്നു, ആദ്യ ഷോകൾ പുറത്തു വരുന്നു. അപ്പോൾ അതിലൊക്കെ കണ്ടുകൊണ്ട് ഈ സിനിമയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള മോഹൻലാൽ 4-ാം ദിവസം സിനിമ വലിയ വിവാദമായി. ഈ തീവ്ര സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ, ED അയക്കുമെന്ന് പറയുമ്പോൾ, അന്വേഷണ ഏജൻസികളെ വിടുമെന്ന് പറയുമ്പോൾ, വലിയ ഭയപ്പാടിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ, സിനിമാ മേഖലയിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട്, അവരുടെ കുടുംബ പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് തീവ്ര സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാൽ അതിന് സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷണമുള്ള മോഹൻലാലിന് ഈ സൈബർ ഹാൻഡിലുകളോടുള്ള, അതായത് ഈ തീവ്ര സംഘപരിവാർ പ്രൊഫൈലുകളോട് മാപ്പ് പറയേണ്ടി വരുന്നു. അഥവാ ഈ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് പറയുന്നു. ഈ ചിത്രത്തിൽ ഉണ്ടാക്കിയ സീനുകളെ വെട്ടിമാറ്റുമെന്ന് പറയുന്നു. ഇതിന്റെ സംഭാഷണങ്ങളെ മ്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, സംഘപരിവാരവും അതുപോലെ തന്നെ ഈ ഫാസിസ്റ്റ് പ്രവണതകളുള്ള ഈ സംഘവും ഈ ഫാസിസവും മനസ്സിലാക്കേണ്ടത്, ഇത് ലോകമെങ്ങും ചർച്ചയായി കഴിഞ്ഞു. ഈ ഒരു ചിത്രം എന്നുള്ളത് 2002 ഗുജറാത്ത് കലാപത്തിന്റെ സാഹചര്യത്തിൽ ഉണ്ടായ ഒരു കഥാപശ്ചാത്തലത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ള ചർച്ച മുറുകിക്കഴിഞ്ഞു. എന്താണ് 2002 ഗുജറാത്തിൽ നടന്നതെന്നുള്ള ചർച്ചകൾ മുറുകുന്നു. എന്താണ് അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായതെന്ന് സാഹചര്യം ചർച്ചയാകപ്പെടുന്നു. നിലവിലുള്ള ഇന്ത്യയുടെ സാഹചര്യം ചർച്ചയാകപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് കൃത്യമായിട്ട് ഇവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. അഥവാ ഈ കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ, BJP വിരുദ്ധ എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടാക്കാനോ, ഏതെങ്കിലും സിനിമ ഉണ്ടാക്കാനോ, ഏതെങ്കിലും കലാപരമായ കാര്യങ്ങൾ ഉണ്ടാക്കാനോ രാജ്യത്ത് കഴിയാത്ത ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് എമ്പുരാന്റെ ഈ ഒരു അവസ്ഥ വിളിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എമ്പുരാന്റെ അണിയറ ശില്പികൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനേക്കാൾ 10 മടങ്ങായി തന്നെ അതിന്റെ റിസൾട്ടുകൾ കിട്ടിയിരിക്കുന്നു എന്നതാണ്. ചിത്രം എത്രത്തോളം വിജയിച്ചു എന്നതിനപ്പുറം ചിത്രം ഉണ്ടാക്കിയ സാഹചര്യങ്ങളും നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യവും വെച്ചുകൊണ്ട് നിലവിലുള്ള ഇന്ത്യയുടെ സാഹചര്യങ്ങളെ വരച്ചു കാട്ടാൻ ഈ സിനിമയുടെ
കഥാപശ്ചാത്തലവും അതുകൂടാതെ തന്നെ അതിനുശേഷം ഉണ്ടായ വിവാദങ്ങളും ഇപ്പോഴുണ്ടായ നടപടിക്രമങ്ങളും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും സാധിക്കുന്നുണ്ട്. ഇവിടെ BJP ഈ ചിത്രത്തെ നിരോധിക്കണമെന്ന് പറയുന്നില്ല, RSS ഈ ചിത്രത്തെ നിരോധിക്കണമെന്ന് പറയുന്നില്ല. ഇവരാരും ഇവരുടെ കേന്ദ്ര സർക്കാരിനെയോ സംസ്ഥാന സർക്കാരിനെയോ സമീപിക്കുന്നില്ല, മറുഭാഗത്ത് കോടതിയെ സമീപിക്കുന്നില്ല. പക്ഷേ ഇവരുടെ സൈബർ ഹാൻഡിലുകളിൽ നിന്നും രൂക്ഷമായ വലിയ രീതിയിലുള്ള ഈ ഒരു ആക്രമണ സ്വഭാവമുള്ള ഈ ഒരു വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അഥവാ ഇത്തരം പരാതികളില്ലാത്ത, ഇത്തരം പൂർണ്ണമായിട്ടും സെൻസർ ബോർഡിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ കേവലം കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ കോടതികളോ ഒരു നടപടിയും സ്വീകരിക്കണമെന്ന് പറയാത്ത ഒരു ചിത്രത്തെ ഇവിടത്തെ കേവലം ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലും പ്രവർത്തിക്കുന്ന സംഘികൾ മാത്രം അതിനെതിരെ അവരുടെ അജണ്ടകൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണം നടത്തി അവരുടെ കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേവലം വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ട് തന്നെ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഇത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനും ഇവർ ഇഷ്ടമുള്ളത് മാത്രം ഭക്ഷിക്കാനും ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാനും മാത്രമാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു സിനിമാ സംവിധാനം? നേരെ പോയിട്ട് ഇവരുടെ RSSന്റെയോ അല്ലെങ്കിൽ ഇവരുടെ നാഗ്പൂരിന്റെ കാര്യാലയത്തിലോ പോയിട്ട് എല്ലാ കണ്ടന്റുകളും എന്താണോ അവിടെ കാണിച്ചുകൊണ്ട് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം അത് പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ മതിയാകും. എന്തിനാണ് മറ്റു സംവിധാനങ്ങൾ? എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ? എന്തിനാണ് ഇവിടെ ഒരു സെൻസർ ബോർഡ്? എന്തിനാണ് ഇവിടുത്തെ കോടതികൾ? അല്ലെങ്കിൽ എന്തിനാണ് ഇവിടുത്തെ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു സാമൂഹിക പശ്ചാത്തലമുള്ള സംഘടനകൾ? എന്തിനാണ് ഇതൊക്കെയും? ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവരുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനാണെങ്കിൽ കേവലം ഇത്തരം സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുക, ഇവർക്ക് ഇഷ്ടമുള്ള വെറുപ്പുൽപാദനമായ അത്തരം കാശ്മീർ ഫയൽസോ കേരള സ്റ്റോറിയോ പോലെയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുക, ഇതിങ്ങനെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക, എന്നിട്ട് ഇത് കണ്ട് ഇവർ ഉന്മാദാവസ്ഥയിലാവുക എന്നുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ മതി. എന്തിനാണ് മറ്റു സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളത്? കൃത്യമായിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനും ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാനും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും തങ്ങളെ തെറ്റായി പറയുന്ന, തങ്ങളെ വിമർശിക്കുന്ന, തങ്ങൾക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കാനുള്ള പ്രവണതകൾ ഇവിടെ തുടരാനാണെങ്കിൽ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മോഹൻലാലിനെയോ മറ്റു സുരേഷ് ഗോപിയെയോ ആരെങ്കിലും സമീപിച്ച് ഇവർ തന്നെ ഒരു കഥയുണ്ടാക്കി വേണ്ട രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട തിയേറ്ററിൽ നിരന്തരമായി ഇറക്കിക്കൊണ്ടേയിരിക്കട്ടെ. ആർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്? അവർ കണ്ടത് ഉന്മാദ ലഹരിയിലാകട്ടെ, ഇവിടെ മുസ്ലിം വിദ്വേഷ പ്രചരണം നടത്തട്ടെ, കേരള ഫയൽസ് പോലെയുള്ള, കാശ്മീർ ഫയൽസ് പോലെയുള്ള പ്രൊപഗണ്ട സിനിമകൾ ഇറക്കി അത് ആഘോഷമാക്കി മാറ്റട്ടെ എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്. ഇവിടെ മറ്റു ബദൽ സിനിമകളും അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള കഥ എഴുതി ഇഷ്ടമുള്ള രീതിയിൽ സംവിധാനം ചെയ്ത് ഇവിടെ നിയമപരമായി നിലനിൽക്കുന്ന സെൻസർ ബോർഡിനെ സമീപിച്ചുകൊണ്ട് ആ സെൻസർ സർട്ടിഫിക്കറ്റ് വാങ്ങി പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രത്തെ പോലും അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കില്ല എന്നും തങ്ങൾ പറയുന്നത് മാത്രം ചെയ്യാവൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റുള്ളതൊന്നും ആവശ്യമില്ല എന്ന് പറയേണ്ടി വരും. ഭയപ്പാടിന്റെ സാമൂഹ്യ അന്തരീക്ഷം രാജ്യത്ത് എത്രത്തോളമാണ് എന്നുള്ള സാഹചര്യം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രസ് ഇൻഡെക്സിൽ രാജ്യത്തിന്റെ പത്രസ്വാതന്ത്ര്യത്തിൽ മറ്റുള്ള രാജ്യം കൊടുക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഉള്ള രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥാനം ഇത് വരച്ചു കാട്ടപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇത് 2025 എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ ബാക്കിയാവുന്നുണ്ട്. നരേന്ദ്രമോദിയും അമിത്ഷായും കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയാണ് നിലവിലുള്ളത്. 2025 ഇന്ത്യയിലേക്ക് എടുക്കുമ്പോൾ രാജ്യമെമ്പാടുമുള്ള ഈ ഭയത്തിന്റെ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ വെറുപ്പുൽപാദകരുടെ ശക്തി എന്നുള്ളത്. ഭയപ്പെട്ട് പിന്മാറുന്ന ഇത്തരം കലാകാരന്മാരും അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളും സാമൂഹിക പ്രവർത്തകരും തന്നെയാണ് ഇവരുടെ ഊർജം എന്നുള്ളത്. തങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ, തങ്ങൾ ഭയപ്പെടുത്തിയാൽ, തങ്ങൾ ഏജൻസികളെ കാണിച്ച് ഭയപ്പെടുത്തിയാൽ, തങ്ങളുടെ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാൽ തീർച്ചയായും എല്ലാ സൂപ്പർ സ്റ്റാറുകളും എല്ലാ സിനിമാ പ്രവർത്തകരും തങ്ങളുടെ വരുതിയിലാകുമെന്നുള്ള ഒരു സന്ദേശം കൂടി ഫാസിസം ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് എമ്പുരാനെ പറ്റി പറയേണ്ട കാര്യം.